പ്രൈസ് ദി ലോർഡ്. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥം തുറക്കപ്പെട്ടു. സങ്കീർത്തന പുസ്തകം 119 അധ്യായം 105 തിരുവചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു: അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, വചനം ദൈവമാണെന്ന് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സത്യമാണ്. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവന്റെ നാമം ദൈവവചനം എന്നാണ്. ക്രിസ്തു ദൈവവചനമാണ്. ഒരു മനുഷ്യൻ വചനപരിജ്ഞാനം നേടുന്നതോടെ ദൈവം അവന്റെ ആത്മാവിലേക്ക് അലിഞ്ഞു ചേരുന്നു. അന്ധകാരം നിറഞ്ഞ ഈ ലോകത്ത് നമുക്കെതിരെ വരുന്ന പ്രതിസന്ധികളോട് യുദ്ധം ചെയ്യുവാൻ നാം ധ്യാനിക്കുന്നതും കേൾക്കുന്നതുമായ ദൈവവചനം എടുത്തുപയോഗിക്കേണ്ടതാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രശ്ന പരിഹാരങ്ങൾക്കായി നാം തനിയെ യുദ്ധം ചെയ്യുമ്പോൾ അത് തോൽവിയിൽ പര്യവസാനിക്കും. എന്നാൽ നമ്മുടെ പ്രശ്നങ്ങളെ ദൈവത്തിനു മുമ്പിൽ വിട്ടുകൊടുക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിയമാവർത്തനം 3 അധ്യായം 22 തിരുവചനം വെളിപ്പെടുത്തുന്നു: നിങ്ങളുടെ കർത്താവായ ദൈവമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊന്നും നമ്മെ തളർത്തിക്കളയുവാൻ നാം അനുവദിക്കരുത്. ജീവിത പ്രശ്നങ്ങൾ നമ്മെ വെല്ലുവിളിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾക്കുള്ളിൽ ദൈവം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നാം നമ്മുടെ പ്രശ്നങ്ങളെ ആത്മവിശ്വാസത്തോടെ ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അതിജീവിക്കണം. ദൈവവചനത്തിൽ നാം ഉറച്ചു വിശ്വസിക്കണം. നാം കേൾക്കുന്ന വചനം ദൈവമാണെന്നും അത് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ശക്തിയാണെന്നുമുള്ള ബോധ്യം നാം ഓരോരുത്തരും ഏറ്റെടുക്കണം. ദൈവവചനം നാം ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ദൈവിക നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. അപ്പോൾ നമ്മളെ എല്ലാ യുദ്ധങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, നമ്മെ വിജയാഘോഷത്തോടെ വഴി നടത്തുകയും ചെയ്യും. 2 ദിനവൃത്താന്തം 20 അധ്യായത്തിൽ കാണുവാൻ കഴിയും, യൂദാ രാജാവായ യഹോശാഫാത്ത് തനിക്കെതിരെ വരുന്ന ഏദോം സൈന്യത്തെ ഭയന്ന് കർത്താവിൽ അഭയം പ്രാപിച്ചു. അവൻ പറഞ്ഞു: കർത്താവേ, ഞങ്ങൾ അശക്തരാണ്, ഞങ്ങൾ അങ്ങയെ അഭയം പ്രാപിക്കുന്നു. എന്നാൽ കർത്താവ് വെളിപ്പെടുത്തി: നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. സ്നേഹമുള്ളവരെ, നാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായി തോറ്റുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നാം വിശ്വാസത്തോടെ ദൈവനാമത്തിൽ ദൈവപരിപാലനയിൽ ആശ്രയിച്ചാൽ മതി. അവിടുന്ന് നമ്മെ വിജയത്തിലേക്ക് നയിക്കും. എന്നാൽ മാനുഷിക ചിന്തകൾക്ക് ഇടം കൊടുത്ത് നാം സ്വയം തോൽവി ഏറ്റുവാങ്ങരുത്. ദൈവിക ചിന്തയാൽ നാം നിറയണം. സങ്കീർത്തകൻ വിളിച്ചു പറയുന്നു: അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇന്ന് കർത്താവിന്റെ സ്വരം ശ്രവിച്ച് മുന്നേറുന്ന നമ്മോട് ദൈവം പറയുന്നു: നിന്നെ ആക്രമിക്കുവാൻ വരുന്ന ഈജിപ്തുകാരെ നീ ഇനി കാണുകയില്ല. നിന്റെ കഷ്ടങ്ങൾ ഇനി നിന്നെ പിന്തുടരുകയില്ല. കർത്താവിന്റെ സംരക്ഷണമുള്ള നമ്മുടെ ഭവനങ്ങളിൽ ഒരിക്കലും ബാധ കടന്നു വരികയില്ല. ആമേൻ. ഇന്നു വന്ന കഷ്ടം ഇനി വരുകയില്ല. ഇന്നു കണ്ട മിസ്രൈമ്യനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടം ഇനി വരുകയില്ല. ഒരു ബാധയും നമ്മുടെ കൂടാരത്തിലേക്ക് സമീപിക്കുകയില്ല. ബാധ നിന്റെ കൂടാരത്തിലടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. ഹല്ലേലൂയ. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. ഹല്ലേലൂയ. ഇന്നു കണ്ട മിസ്രൈമ്യനെ കാണുകയില്ല. ആമേൻ. ഇന്നു വന്ന കഷ്ടം ഇനി വരുകയില്ല. ഹല്ലേലൂയ. ചെങ്കടൽ പോലെയുള്ള പ്രതിസ്പന്ദം ഇന്ന് നിന്റെ മുമ്പിൽ നിന്ന് മാറും. നിന്റെ മുമ്പിലുള്ള മലകൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഇന്ന് തകർന്നു മാറും. ഇന്ന് യേശു എന്ന വലിയ നാമത്തെ വിളിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഇന്ന് അത്ഭുതങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം: ചെങ്കടൽ പിളർന്ന് നമുക്ക് വഴിതരും, ജോർദാൻ 2 പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴിതരും, യോർദാൻ 2 പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴിതരും, യോർദാൻ 2 പിരിഞ്ഞു മാറും. യെരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ നീ ആർപ്പിടുമ്പോൾ ഹല്ലേലൂയ. യെരിഹോ
നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും. ആമേൻ. യേശുവിൻ നാമത്തിൽ നീ ആർത്തിടുമ്പോൾ ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടം ഇനി വരുകയില്ല. വചനം പറയുന്നു, യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിന് ഫലിക്കുകയില്ല. കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പോൾ രോഗങ്ങളോ ശാപങ്ങളോ നമ്മെ തളർത്തുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല. ആമേൻ. ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ഹല്ലേലൂയ. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ആഭിചാരം യാക്കോബിന് ഏൽക്കുകയില്ല. ആഭിചാരം യാക്കോബിനു ഫലിക്കയില്ല. ഹല്ലേലൂയ. ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആഭിചാരം യാക്കോബിനു ഫലിക്കയില്ല. ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടം ഇനി വരുകയില്ല. ആമേൻ. സൈന്യത്തിന്റെ നായകനായ കർത്താവായ യേശു നമ്മുടെ കൂടെയുള്ളപ്പോൾ ഒരു ശക്തിക്കും നമ്മെ തൊടുവാൻ കഴിയുകയില്ല. അവിടുത്തെ സംരക്ഷണം ഇന്നും എന്നും നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാ നിമിഷവും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. മലകളെ മെതിച്ചു നുറുക്കുമവൻ, കുന്നുകളെ തവിടും പൊടിയാക്കിടും. മലകളെ ഭേദിച്ചു നുറുക്കുമവൻ, കുന്നുകളെ തവിടു ഓ, പൊടിയാക്കി. സൈന്യത്തിന്റെ നായകനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നിന്റെ കൂടെയിരിക്കുമ്പോൾ മാനുഷശക്തികൾ നിന്നെ തൊടുകയില്ല. ഹല്ലേലൂയ. സൈന്യത്തിൻ നായകൻ നിന്റെ കൂടിയിരിക്കുമ്പോൾ മനുഷ്യശക്തികൾ നിന്നെ തൊടുകയില്ല. യേശുവേ. ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല. ഓ ജീസസ്. ഇന്നു വന്ന കഷ്ടം ഇനി വരുകയില്ല. ഹല്ലേലൂയ. ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടം ഇനി വരുകയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ആമേൻ. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. ഇന്ന് ദൈവം നിങ്ങളുടെ എല്ലാ പ്രതികൂലങ്ങളെയും തകർത്തു മാറ്റി നിങ്ങളെ സമൃദ്ധിയാൽ നിറക്കട്ടെ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.